ഹലോ, വെൽക്കം ബാക്ക് ടു ശ്വേത സതീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ എൻ്റെ ഒരു പുതിയൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടൺ, ലൈക്ക്, ഷെയർ, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ബൈ, വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇനിയിപ്പം ഞാൻ കാറിലേക്ക് പോകുമ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഇവളുടെ ഇതാരോ കൂടെ കാറിലേക്ക് പോയി, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കേട്ടോ. ഫ്രണ്ട് മാത്രമല്ല, എനിക്ക് എൻ്റെ ഒരു സഹോദരനെ പോലെയും കൂടിയാണ്. ഞാൻ എങ്ങനെയാണെന്ന് എന്നെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാളെ ലൈഫിൽ കിട്ടാമെന്ന് പറഞ്ഞൊരു ഭാഗ്യം, ആ ഒരു ഭാഗ്യം മാത്രമേ എനിക്ക് ലൈഫിൽ ഇന്ന് വരെ കിട്ടിയിട്ടുള്ളൂ. ഇത് ഞാൻ പോയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ബീച്ചിലാണ്, ഡ്രൈവിംഗ് ബീച്ചിലാണ്. വലിയ ഒരുപാട് ആൾക്കാർ വണ്ടി ഓടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അടിപൊളിയാട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് വീഡിയോസ് യൂട്യൂബ് തുടങ്ങിയിട്ട് അങ്ങനെ വ്ളോഗൊന്നും ഇടാത്തതെന്ന്. വിടാൻ മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലല്ലേ നമുക്ക് ഇങ്ങനെയുള്ളൊരു വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മനസ്സും ഓക്കെ ആവണം. എല്ലാം ഓക്കെ ആയിട്ട് വന്നാലല്ലേ ഒരു വീഡിയോ ഇതാക്കാൻ പറ്റും. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു സംഭവം, ഈ ഒരു സ്ഥലത്തു നിന്നൊരു വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്ക് സാധിച്ചു. ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ പോയിട്ടുണ്ടോ എന്നുള്ളൊരു ഓർമ്മ എനിക്കില്ല കേട്ടോ. ഒരുപാടൊരു എന്താ പറയുക, ഒരു ഫസ്റ്റ് ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് പോലെയില്ലേ, അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. കുഞ്ഞിയിലെല്ലാം പോയതെല്ലാം ഓർമ്മയിൽ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നു. ഈ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ടില്ല. താങ്ക് യു സോ മച്ച് ടാ, നീ കാരണമാണ് എനിക്കിവിടെ വന്നതും. പിന്നെ അവൻ്റെ അമ്മ, അച്ഛൻ, വൈഫ് എല്ലാവർക്കും എന്നെ അറിയുന്നതുകൊണ്ട് ഫുൾ സപ്പോർട്ട്. എൻ്റെ വൈഫിനെ പറഞ്ഞറിയിക്കാം, ഷീസ് ക്യൂട്ടാണ്, അടിപൊളിയാണ്. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം കണ്ടത് കേട്ടോ. അവരെന്തൊരു സ്നേഹത്തോടെയാണെന്നറിയോ, ഫിഷും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ഷെയർ ഇട്ടിട്ട് ചെയ്യുന്നത് കാരണം ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. കടലിൻ്റെ മക്കൾ ഭയങ്കര സ്നേഹമാണെന്ന് പറയുന്ന ആൾക്കാരില്ലേ, അതൊക്കെ നമുക്ക് അവിടെ നിന്ന് പോയാൽ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഓർമ്മയില്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. ബൈ, ലവ്.